എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ എൽബോഫിന്റെ ആ ഒരു അണ്ടർഗ്രൗണ്ട് കാണിക്കുകയാണ്. അവിടേക്ക് ലൂഫിയും അതുപോലെ തന്നെ സോറയും അവർ രണ്ടുപേരും ലോക്കിയെ തുറന്നു വിടാനായിട്ട് ആ ഒരു അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വാങ്ങിച്ച കീയുമായി കടന്നു വന്നിരിക്കുകയാണ്. സോറോ ആണെങ്കിൽ വണ്ടർ അടിക്കും. കാരണം ലോക്കി ആണെങ്കിൽ ഇപ്പൊ ആകെ തളർന്ന് തലയൊക്കെ താഴ്ത്തി വെച്ച് ക്ഷീണിതനായിട്ട് കിടക്കുകയാണ്. ലൂഫി പറഞ്ഞതുപോലെ ഒന്നും ലോക്കിയെ കണ്ടിട്ട് സോറോയ്ക്ക് തോന്നില്ല. ലൂഫി അത് കണ്ട് വണ്ടർ അടിക്കും. ലാസ്റ്റ് ടൈം അവൻ ലോക്കിയെ കാണുമ്പോഴും ഇപ്രകാരമായിരുന്നില്ല. അവൻ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ലൂഫി മനസ്സിലാക്കും. അവന്റെ ചുറ്റിലും ഒരുപാട് മോൺസ്റ്റേഴ്സ് അങ്ങനെ പരുക്ക് പറ്റി വീണ് കിടക്കുകയാണ്. അവിടെ മുഴുവൻ ബ്ലഡ് അങ്ങനെ താളം കെട്ടി കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ വണ്ടർ അടിക്കും. ഇവൻ എന്തു പറ്റി? ഇവന്റെ കാറ്റ് പോയോ? ലോക്കി കണ്ണു തുറക്ക്, ഇത് ഞാനാണ് ലൂഫി. നീ പറഞ്ഞതുപോലെ കീയുമായിട്ട് ഞാൻ എത്തി. നമ്മുടെ പ്രോമിസ് അത് പാലിക്കാനുള്ള സമയം ഇതാണെന്ന് പറയും. പക്ഷെ ലോക്കിക്കാണെങ്കിൽ അനക്കമില്ല. അവന്റെ വായിലൂടെയും മൂക്കിലൂടെയും ചോരയൊക്കെ തുളുമ്പി അവൻ അങ്ങനെ തല താഴ്ത്തി തന്നെ കിടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ആ താക്കോൽ അങ്ങനെ ഉയർത്തി കാണിക്കും. ഇതാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. താക്കോൽ ഞാൻ കൊണ്ടുവന്നു. ഞാൻ നിന്നെ അഴിച്ചുവിടാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ആ ചെയിനിൽ ചവിട്ടി മുകളിലേക്ക് കയറും. സോറോ ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. അയ്യോ, ഇല്ല ഇല്ല, നീ അഴിച്ചുവിടാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം ലോക്കിയോട് കാര്യം സംസാരിക്കുക, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. കാരണം സോറോ ആണെങ്കിൽ ലോക്കിയോട് സംസാരിച്ചിട്ടില്ല. അവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് സോറോയ്ക്ക് അറിയില്ല. ലൂഫി പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമാണ് സോറോ ഇപ്പൊ അവിടേക്ക് എത്തിയത്. ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, സോറോ നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിന്റെ സഹായം കൂടെ ആവശ്യമാണ്, ഞാനിത് അഴിക്കാൻ പോവാണെന്ന് പറയും. പക്ഷെ അടുത്ത നിമിഷം പവർ നഷ്ടപ്പെട്ട് ലൂഫി ആണെങ്കിൽ എല്ലും തോലുമായി താഴേക്ക് വന്ന് വീഴും. ഓ നോ, ആ ഒരു ചെങ്ങലയും ഹാൻഡ് കഫും എല്ലാം തന്നെ സീപ്രസൻ സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അത് കേട്ട് സോറോയും അതിലേക്ക് തന്നെ നോക്കും. ലൂഫിയെ കൊണ്ടാണെങ്കിൽ അതിലൊരു 2 മിനിറ്റ് പോലും നിൽക്കാനായിട്ട് കഴിയുന്നില്ല. സോ അവൻ എത്രത്തോളം പ്രഷർ അനുഭവിച്ചാണ് അതിൽ നിൽക്കുന്നതെന്ന് ഇപ്പൊ ലൂഫിക്ക് മനസ്സിലാവും. സോറോ ആണെങ്കിൽ അവന് വാണിംഗ് കൊടുക്കും. നീ ആദ്യം അവൻ ഉണരുന്നത് വരെ വെയിറ്റ് ചെയ്യ്. ചാടിക്കേറി അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. അത് ചിലപ്പോൾ വലിയ ആപത്തിൽ ചെന്നായിരിക്കും കലാശിക്കുക. ഉടനെ ലൂഫി ആണെങ്കിൽ ടെൻസ്ഡ് ആവും. യു ആർ അൺബിലീവബിൾ. നീ അത് കാണുന്നില്ലേ? അവൻ ചോരയൊക്കെ തുളുമ്പി മരണത്തോട് മല്ലടിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണ്ടേ ചോദിക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് സോറോ തീർത്തു പറയും. നീ അത് കേട്ടതല്ലേ? എല്ലാവരും ഇവനെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ലോക്കി ഒരു നല്ല ആളല്ല. സീപ്രസൻ സ്റ്റോണിൽ ഇട്ടിട്ട് പോലും അവന്റെ സിറ്റുവേഷൻ, അവൻ എങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അവന്റെ റിയൽ രൂപവും അവന്റെ സ്വഭാവവും എന്തായിരിക്കും? അതെല്ലാം ചിന്തിക്കാതെ എടുത്തു ചാടി നമുക്ക് തോന്നുന്ന പോലെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അതിവിടെയുള്ള എൽബോഫിലുള്ളവർക്ക് വലിയ വെല്ലുവിളിയായി തീരും. നിനക്ക് കുറച്ചെങ്കിലും മര്യാദ എനിക്ക് തന്നൂടെ? ആ ഓറെന്നുള്ള ജൈന്റിന്റെ അത്രയും സൈസ് ഉണ്ട് ഇവൻ. അവൻ ചെയ്ത് എന്തൊക്കെയാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? നമുക്ക് മാത്രമല്ല, ഈ എൽബോഫിനും ഇത് വലിയ വെല്ലുവിളിയായി മാറും. അങ്ങനെ ഒന്ന് ചെയ്യണം നിനക്ക് ആഗ്രഹമുണ്ടോ ചോദിക്കും. ലൂഫിക്കാണെങ്കിൽ അതിന് മറുപടിയില്ല. ഞാൻ ഇവനെ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോ സോറോ ആണെങ്കിൽ അവന്റെ അരികിലേക്ക് വരികയാണ്. അവൻ അപ്രകാരം ആക്ട് ചെയ്യുന്നതാണോ എന്നറിയാൻ. സോറോ ആണെങ്കിൽ മുകളിലേക്ക് ചാടിക്കയറി അവന്റെ വയറ്റിൽ നല്ലൊരു കിക്ക് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. സോറോ നീ എന്താ ചെയ്യണേ? കിക്ക് കിട്ടിയ വേദനയില് ഇപ്പോൾ ലോക്കി ആണെങ്കിൽ അലറി കരയാണ്. അവന്റെ വായിലൂടെ ബ്ലഡ് അങ്ങനെ പുറത്തേക്ക് തുളുമ്പും. അത് കണ്ട് സോറോ ആണെങ്കിൽ അത് ചെക്ക് ചെയ്യും. നീ പറഞ്ഞത് സത്യമാണ്, ഇത് അവൻ ആക്ട് ചെയ്യുന്നതല്ല, റിയൽ ബ്ലഡ് തന്നെയാണ്. അവൻ ഒരുപാട് പരിക്കുകൾ അത് പറ്റിയിട്ടുണ്ടെന്ന് പറയും. ലൂഫിക്കാണെങ്കിൽ ടെൻഷൻ കൂടും. സോറോ ആണെങ്കിൽ കൈ നീട്ടും. ആക്കി അതെനിക്കിതാ, ഞാനിവനെ തുറന്നു വിടാം. കാരണം ലൂഫിക്ക് ആ സീപ്രസൻ സ്റ്റോണിന്റെ മുകളിൽ നിന്നുകൊണ്ട് അത് അഴിക്കാനായിട്ട് കഴിയില്ല. സോ വേറെ വഴിയില്ലാതെ ഇപ്പൊ ലൂഫി ആണെങ്കിൽ അത് കൊടുക്കുകയാണ്. ജോറോ ആണെങ്കിൽ ഇപ്പൊ ലോക്കിയുടെ ഫേസ് മുകളിലേക്ക് ഉയർത്തും. അതങ്ങനെ താഴേക്ക് ഒന്ന് വീഴുമ്പോൾ ലൂഫി ആണെങ്കിൽ അവന്റെ കാറ്റ് പോയി എന്ന് ഉറക്കെ പറയും. അതിന് ജോറോ, അവന്റെ കാറ്റൊന്നും പോയിട്ടില്ല, നീ തൽക്കാലം ഒന്ന് സമാധാനിക്ക്. ആദ്യം നമുക്ക് അവന്റെ കയ്യിലെയും ബോഡിയിലെയും ലോക്കുകൾ അത് തുറക്കാം. അതിനുശേഷം അവൻ എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം കാലിലെ ലോക്ക് അതഴിക്കാം. വേണമെങ്കിൽ നീ ചോപ്പറിനെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയും. അത് കേട്ട് ലൂഫിയും ഓക്കെ പറയുകയാണ്. ഇൻ കേസ് ചോപ്പറിനെ കണ്ടിട്ടില്ല എങ്കിൽ ഈ എൽബോഫിലുള്ള മറ്റേതെങ്കിലും ഡോക്ടറിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് പറയും. സോറോ ആണെങ്കിൽ അത് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. നീ എന്തായി പറയണേ? ഇവനെ തുറന്നു വിടുകയാണെന്നറിഞ്ഞാൽ അവരാദ്യം അടിച്ച് പുറത്താക്കുന്നത് നമ്മളെ ആയിരിക്കും. ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതൊന്നും കുഴപ്പമില്ല, തൽക്കാലം ഇവനെ രക്ഷിക്കാം. ആവശ്യമായിട്ടുള്ള മെഡിസിനും ഡോക്ടറും ഫുഡുമായിട്ട് ഞാൻ എത്രയും വേഗം എത്താമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോവാണ്. ജോറോ ആണെങ്കിൽ ചുറ്റും നോക്കി ആ കിടക്കുന്ന ബീസ്റ്റുകളെ അവറ്റകളെ വലിച്ചു കീറി ഇവന് തിന്നാൻ കൊടുക്കാമെന്ന് പറയും. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെടും. നിനക്കല്പം പോലും മനസാക്ഷിയില്ലേ? അവറ്റകളെല്ലാം എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഞാൻ കാട്ടിലുള്ള ഏതെങ്കിലും മൃഗങ്ങളെ തല്ലിക്കൊന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ്
ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് നടന്നു വരുമ്പോഴായിരിക്കും ദൂരത്തുനിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുക. കേർഡാണെങ്കിൽ ഹൈറുദ്ദീനോടും ടീമിനോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരാണ് കപ്പലിൽ 100-110 അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വരുന്ന വേഗതയിൽ അവിടേക്ക് വന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തവിട് പൊടിയാവും. നമ്മുടെ ഈ ഒരു എൽബോഫ് നശിക്കാൻ പോവാണ്, എത്രയും വേഗം നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചായിരിക്കും അവരവിടേക്ക് വരിക. എത്രയും വേഗം നമുക്ക് അവിടെ എത്തിയേ പറ്റൂ. സോ ഇനി സ്പീഡ് കൂട്ടണം. അത് ഓടിക്കുന്ന ആളാണെങ്കിൽ അവരോട് പറയും, ഇനി സ്പീഡ് കൂട്ടിയാൽ കൺട്രോൾ തെറ്റി നമ്മുടെ കപ്പൽ എവിടെയെങ്കിലും ഇടിച്ചിറങ്ങും. അത് കുഴപ്പമില്ല, മൊത്തം എൽബോഫ് അത് അപകടത്തിലാവുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഇപ്പൊ ഇത്രയും വലിയൊരു റിസ്ക് അതെടുക്കുന്നത് തന്നെയാണെന്ന് പറയും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ആ കപ്പലിലുണ്ട്. അവനാണെങ്കിൽ കൊഞ്ചു കുറുകി കേർഡിനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഈ ചേട്ടൻ നോക്കിക്കോളാം, നിനക്കൊരു പോറൽ പോലും സംഭവിക്കാതെ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിൽ ലൂഫി ആണെങ്കിൽ അൺകൺട്രോൾഡായി ആ കപ്പൽ അങ്ങനെ താഴേക്ക് വരുന്നതായിട്ട് കാണും. ആ കപ്പൽ താഴേക്ക് പതിച്ച എല്ലാവരും തവിട് പൊടിയാവുമെന്ന് മനസ്സിലാക്കിയ ലൂഫി ആണെങ്കിൽ അവന്റെ ബോഡി അത് ബലൂൺ പോലെ അങ്ങനെ വീർപ്പിച്ച് കപ്പലിനെ ലാൻഡ് ആക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. കപ്പലാണെങ്കിൽ സ്പീഡിൽ വന്ന് ലൂഫിയുടെ വയറിൽ ആഞ്ഞിടിക്കും. അത് അതേ സ്പീഡിൽ തന്നെ തെറിച്ചു പോവാണ്. പക്ഷേ ഇടിയുടെ ഇമ്പാക്റ്റ് കുറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ സേഫ് ആയിട്ട് താഴെ ഇറങ്ങും. അവരാണെങ്കിൽ ലൂഫിയോട് താങ്ക്സ് പറയും. ലൂഫി ആണെങ്കിൽ വണ്ടടിക്കും, നിങ്ങൾ എന്തിനാ ഇത്രയും സ്പീഡിൽ അപകടകരമായ രീതിയിൽ ഇവിടേക്ക് വന്നേ? അതിനവർ പറയും, ഞങ്ങളോട് ഇപ്പോഴാണ് ആ റോഡോ പറഞ്ഞത് നിങ്ങൾ ലോക്കിയെ അൺലോക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. അത് തടയാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ദയവ് ചെയ്ത് അത് മാത്രം ചെയ്യരുത്. അതിലും നല്ലത് എൽബോഫ് മുഴുവനായിട്ടും നശിപ്പിക്കുന്നതാണ്. നിങ്ങളെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇത്രയും വേഗത്തിൽ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഹൈറുദ്ദീൻ ആണെങ്കിൽ ലൂഫിയോട് പറയും, ആ ലോക്ക് നിനക്ക് എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടോ? അത് വിശ്വസിച്ചാണോ നീ അവനെ തുറന്നുവിടാൻ തയ്യാറാവുന്നത്? ഒരു കാരണവശാലും നീ അവനെ വിശ്വസിക്കാൻ പാടില്ല. ചെറുപ്പം മുതലേ അവനെ ഞങ്ങൾ കാണുന്നതാണ്. അവൻ ഒരിക്കലും ആരെയും പറഞ്ഞ വാക്കുകൾ സ്നേഹിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. അവനെ വിശ്വസിച്ചവരെ അവൻ വഞ്ചിക്കുക മാത്രമാണ് ചെയ്തത്. സ്വന്തം അച്ഛനെയും ബെസ്റ്റ് ഫ്രണ്ടിനെ പോലും കൊല്ലാൻ യാതൊരു മടിയുമില്ലാതെ അവരെ കൊന്നു കളഞ്ഞവനാണ് അവൻ. അവന്റെ വാക്ക് ആരും വിശ്വസിക്കാറില്ല. അവൻ കൊടുത്ത വാക്ക് അത് ഇന്ന് വരെ പാലിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല. സോ ഒരു കാരണവശാലും എൽബോഫിൽ ലോക്കിയെ മാത്രം നീ വിശ്വസിക്കരുത്. ലൂഫിക്കാണെങ്കിൽ അവന്റെ കൈ അത് കുറേശ്ശെ വിറയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. അവൻ പല്ല് കടിക്കും. അവന്റെ എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നത് കണ്ട് ഹൈറുദ്ദീൻ ആണെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കും. അവൻ അങ്ങനെ ടേൺ ചെയ്ത് സോറയെ നോക്കുമ്പോൾ സോറയാണെങ്കിൽ അവരോട് പറയും, നിങ്ങളൊരല്പസമയം ലേറ്റായി പോയി, ഞങ്ങൾ ഇവനെ അഴിച്ചുവിട്ടു. ആ നിമിഷം അവൻ്റെ ബോഡിയിലുണ്ടായിരുന്ന ചങ്ങല അതങ്ങനെ ഒന്നൊന്നായി അഴിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. അത് കണ്ട് അവർ ഞെട്ടും. ഒരു കാലിലെ ചങ്ങല ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഇപ്പൊ സോറോ തുറന്നു വിട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ വളരെ ജൈൻ്റ് ആയിട്ട് അങ്ങനെ ഹായ് ആയിട്ട് എഴുന്നേറ്റ് നിൽക്കും. ലോക്കിയാണെങ്കിൽ അവനങ്ങനെ ഹായ് ആയിട്ട് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ ആ ചുറ്റിക അതങ്ങനെ കയ്യിലെടുക്കുകയാണ്. അവൻ്റെ കാലിലുള്ള ഒരേ ഒരു ചങ്ങല മാത്രമാണ് ഇപ്പം അവനെ ബന്ധിച്ചിരിക്കുന്നത്. ചുറ്റുമുള്ളവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടും. ലോക്കിയാണെങ്കിൽ ഇപ്പം ആകാശത്തേക്ക് നോക്കി അങ്ങനെ ഹായ് ആയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.